നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടിനുള്ളിൽ ചെടി വളർത്തുന്നത് ഇന്ന് സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട്. ഇത് വീടിന് ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ ഭംഗിയും നൽകുന്നു എന്നതാണ് പ്രധാന കാര്യം. വീടിനുള്ളിലെ ഓരോ മുറികൾക്കും അനുയോജ്യമായ ചെടികൾ വയ്ക്കുന്നതാണ് ഇപ്പോൾ ഇൻറ്റീരിയറിലെ ട്രെൻഡ്. മനസ്സിന് സന്തോഷം ലഭിക്കാനും ഇൻറ്റീരിയർ ഭംഗിയാക്കാനും ഒക്കെ നമുക്ക് വീടിനുള്ളിൽ ചെടികൾ വളർത്താം. അകത്തളത്തിൽ പച്ചപ്പും ഭംഗിയും നിറയ്ക്കുന്നതിന് പുറമെ വീടിനുള്ളിലെ വായു ശുദ്ധീകരിക്കാനും ചില ഇൻഡോർ പ്ലാന്റുകൾക്ക് കഴിയും. ഇന്ന് സുലഭമായി ലഭിക്കുന്ന നൂറുകണക്കിന് ഇൻഡോർ പ്ലാന്റുകളിൽ സവിശേഷ ഗുണങ്ങളുള്ള ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചുമ്മാതെ ഈ ഇൻഡോർ പ്ലാന്റുകളൊക്കെ വീടിനുള്ളിൽ വാങ്ങി വയ്ക്കാതെ ഗുണമുള്ളവ വയ്ക്കുന്നതല്ലേ നല്ലത്. അതിലാദ്യത്തേതാണ് സ്നേക്ക് പ്ലാന്റ്. വീടിൻ്റെ അകത്തളം മനോഹരമാക്കുന്നതിനൊപ്പം തന്നെ മിക്കവരുടെയും പ്രധാന പരാതി പരിഹരിക്കാനും ഇതിന് കഴിയും. ബാത്റൂമിനുള്ളിലെ ഈർപ്പമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിനും ഒരു പരിഹാരമാണ് ഈ സ്നേക്ക് പ്ലാന്റ്. ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിലെ ഈർപ്പം ഈ ചെടി വലിച്ചെടുക്കുന്നതിലൂടെ വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും അലർജികൾ കുറയ്ക്കാനും ഇത് സഹായിക്കും. വെളിച്ചം കൂടുതലായാലും കുറവായാലും വളരുന്നതിന് തടസ്സമില്ല എന്നതും പ്രത്യേകത തന്നെ. ഏറെ പേരും വീടിനകത്ത് മാത്രമല്ല പുറത്തും ഈ സ്നേക്ക് പ്ലാന്റ് വളർത്താറുണ്ട്. എന്നാൽ സ്നേക്ക് പ്ലാന്റിനെ കുറിച്ച് ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അധികം വെള്ളമൊന്നും ഇതിനാവശ്യമില്ല. വളരെയധികം വെള്ളം ഒഴിച്ചാൽ ഇതിൻ്റെ വേരുകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ശരിയായ മണ്ണ് തിരഞ്ഞെടുത്തില്ലെങ്കിലും അവ ചീഞ്ഞു പോകാം. വെള്ളം കെട്ടി നിൽക്കാതെ ഇത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് വേര് ചീഞ്ഞു പോവുകയോ ഇല കൊഴിഞ്ഞു പോവുകയോ ചെയ്യും. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഇലകളിലെ സാപ്പോണിൻ കാരണം ഇത് കഴിച്ചാൽ, അതായത് നമ്മളെ ഏതെങ്കിലും കാരണവശാൽ ഇത് നമ്മുടെ ഈ ഇല നമ്മുടെ വായിൽ ചെന്നാൽ നേരിയ വിഷാംശം ഉണ്ടാവാം. അതുപോലെ നമ്മുടെ വളർത്തു മൃഗങ്ങളായ നായ്ക്കളും അതുപോലെ പൂച്ച തുടങ്ങിയ മൃഗങ്ങളിൽ ഇത് കൂടുതൽ അപകടകരമായി പറയുന്നുണ്ട്. അടുത്തതാണ് കറ്റാർ വാഴ. ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ ഇത് കാണാൻ സാധിക്കും. ഇത് ചർമ്മത്തിനും ആരോഗ്യത്തിനുമായിരിക്കും നമ്മൾ കൂടുതൽ പേരും വീട്ടിൽ നട്ടു വളർത്തുന്നത്. ഇതിനൊക്കെ അപ്പുറം മികച്ച ഒരു പ്യൂരിഫയർ കൂടിയാണിത്. ഇത് കെമിക്കൽ അധിഷ്ഠിത ക്ലീനറുകളിൽ നിന്നും അതുപോലെ പെയിൻറ്റിൽ നിന്നും അകത്തളത്തിൽ നിറയുന്ന മലിനവായു ശുദ്ധീകരിക്കുന്നുണ്ട്. മാത്രമല്ല രാത്രിയും പകലും ഓക്സിജൻ പുറത്തുവിടുന്ന സസ്യമാണിത്. കൂടുതൽ സമയം സുഖകരമായ ഉറക്കം കിട്ടാൻ കിടപ്പുമുറിയിൽ അലോവേര വയ്ക്കാമെന്നും പറയുന്നുണ്ട്. ഇടയ്ക്കിടെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കണം. അടുത്തത് ലാവെൻഡറാണ്. സുഗന്ധമുള്ള പൂക്കളും ഇലകളുമുള്ള ഒരു സസ്യമാണിത്. മുറിയിൽ ഒരു കാം ആൻഡ് പീസ് ഫീലിംഗ് വേണം. ലാവെൻഡർ ചെടി നമുക്ക് തീർച്ചയായും വയ്ക്കാം. ഫ്രഞ്ച് ലാവെൻഡറാണ് ഇതിന് ഏറ്റവും നല്ലത്. നന്നായി വെയിൽ ലഭിക്കുന്ന ജനലിൻ്റെ അരികിൽ ഇത് വയ്ക്കണം. എല്ലാ ദിവസവും നമ്മൾ ചെറിയ രീതിയിലൊന്ന് നനച്ചു കൊടുക്കണം. ഇത് സുഗന്ധദ്രവ്യങ്ങൾ, അതുപോലെ എണ്ണകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ സാധാരണമായി ഉപയോഗിക്കുന്നു. ഉത്കണ്ഠ, സമ്മർദ്ദം എന്നിവയെ ലഘൂകരിക്കുന്നതിനും ഇതിന് കഴിയും. കൂടാതെ ഇതിന് ആൻറ്റി ഫംഗൽ ഗുണങ്ങളുമുണ്ട്. അടുത്തത് പീസ് ലില്ലിയാണ്. തണലിൽ എളുപ്പത്തിൽ വളരുന്ന ചെടിയാണ് ഈ പീസ് ലില്ലി. എളുപ്പത്തിൽ വളർത്താനും പരിചരിക്കാനും കഴിയുന്ന ചെടി കൂടിയാണ്. വായു ശുദ്ധീകരിക്കുന്ന ഇൻഡോർ പ്ലാന്റുകളിൽ മുൻനിരയിലുണ്ട്. രാത്രിയിലും ഓക്സിജൻ പുറത്തുവിടാൻ കഴിവുള്ള ചെടിയാണിത്. വർഷത്തിലുടനീളം പൂക്കൾ ഉണ്ടാകുന്നതിനാൽ അകത്തളം അലങ്കരിക്കുകയും ചെയ്യും. വീടിനകത്ത് വയ്ക്കുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ നനയ്ക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 1-2 തവണ മാത്രം നന മതി. ചട്ടിയിലെ മണ്ണിൻ്റെ മുകൾ ഭാഗം തൊട്ടുനോക്കി ഈർപ്പമില്ലെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. സൂര്യപ്രകാശമില്ലാത്ത മുറികളിൽ വളർത്താൻ പറ്റുന്ന ഒന്നുകൂടിയാണിത്. എന്നാൽ നന്നായി വെളിച്ചമുണ്ടെങ്കിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകും എന്നതാണ് മറ്റൊരു പ്രത്യേകത. അടുത്തത് ചൈനീസ് എവർഗ്രീനാണ്. വീടിനുള്ളിൽ ഭാഗ്യം കൊണ്ടുവരുമെന്ന ചെടി എന്നാണ് ഇതിൻ്റെ ഓമന പേര് തന്നെ. അന്തരീക്ഷത്തിലെ വിഷാംശങ്ങളെ ശുദ്ധീകരിക്കുന്നതിൽ പ്രധാനിയാണ് ഈ ചെടി. കൂടിയ അളവിൽ സസ്യസ്വേദനമുള്ള ചെടിയാണിത്. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള അന്തരീക്ഷം കൂളായിരിക്കും. ആളുകൾ വലിയ തോതിൽ ഉപയോഗിക്കുന്ന ഒരു അലങ്കാര ചെടി കൂടിയാണിത്. കുറച്ച് വെള്ളവും കുറഞ്ഞ തോതിൽ വെളിച്ചവും ആവശ്യമുള്ള ഈ ചെടി പരിപാലിക്കാനും വളരെ എളുപ്പം തന്നെ. ചെടികളെ കാര്യമായി പരിപാലിക്കുന്ന സ്വഭാവക്കാരല്ലെങ്കിൽ ഈ ചെടിയാണ് നിങ്ങൾക്ക് കൂടുതൽ അനുയോജ്യം. കുറഞ്ഞ വെളിച്ചമോ ചൂടുള്ള അന്തരീക്ഷമോ ഒന്നും ഇതിനൊരു പ്രശ്നമല്ല.
വെള്ളമില്ലാതെയും ദിവസങ്ങളോളം ഇത് നിലനിൽക്കും. അടുത്തത് മണി പ്ലാന്റ്. മണി പ്ലാന്റിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇതിൻ്റെ ഗുണദോഷങ്ങളെ പറ്റി വളരെയധികം നന്നായി അറിയാമെന്ന് നമ്മൾക്ക് അറിയാം. അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഫോർമൽഡിഹൈഡ്, അതുപോലെ സൈലീഷൻ, ബെൻസീൻ തുടങ്ങിയ വിഷാംശങ്ങളെ നീക്കം ചെയ്ത് വായുവിനെ ശുദ്ധീകരിക്കാൻ മണി പ്ലാന്റിന് സാധിക്കും. മണി പ്ലാന്റ് ഈർപ്പത്തെ പുറത്തുവിടുന്നു. ഇത് വീടിനുള്ളിൽ വരണ്ട അന്തരീക്ഷം ഉണ്ടാവുന്നതിനെ തടയുന്നു. ഇതെപ്പോഴും വായുവിൽ ഈർപ്പത്തെ നിലനിർത്താൻ സഹായിക്കും. മണി പ്ലാന്റ് പോലുള്ള ചെടികൾ വീട്ടിൽ വളർത്തുന്നതും അവയ്ക്കൊപ്പം സമയം ചെലവഴിക്കുന്നതും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. വീടിനകം ഭംഗിയാക്കാൻ മണി പ്ലാന്റ് വളർത്തുന്നത് നല്ലതാണ്. ഇതിൻ്റെ പച്ച നിറത്തിലുള്ള പടർന്നു വളരുന്ന ഇലകൾ വീടിന് എസ്തെറ്റിക് ലുക്ക് നൽകാൻ സഹായിക്കുന്നു. ചെറിയ പരിചരണത്തോടെ എളുപ്പം വളർത്താൻ സാധിക്കുന്ന ചെടിയാണ് മണി പ്ലാന്റ്. അതിനാൽ തന്നെ ആർക്കും ഇത് പെട്ടെന്ന് വളർത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ മണി പ്ലാന്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരുടെയും വീട്ടിലും ഒരു ചെടിയെങ്കിലും കാണാതിരിക്കില്ല. അടുത്തത് ഗോൾഡൻ പോത്തോസ് ആണ്. മഞ്ഞയോ വെള്ളയോ കലർന്ന പച്ച നിറത്തിലുള്ള ഇലകളാണ് ഇതിനുള്ളത്. മണി പ്ലാന്റ് ഇനത്തിൻ്റെ ഉപവർഗമായ ഗോൾഡൻ പോത്തോസ് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം വായുവിലെ വിഷാംശങ്ങളെ ആഗിരണം ചെയ്യാൻ ഉതകുന്ന ഒന്നുകൂടിയാണ്. കുറഞ്ഞ പരിചരണം മാത്രം ആവശ്യമുള്ളതും എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്നതുമായ ചെടിയാണിത്. ഇവ നട്ടിരിക്കുന്ന മണ്ണ് ഉണങ്ങി തുടങ്ങുമ്പോൾ മാത്രം വെള്ളം നൽകിയാൽ മതി എന്നതിനാൽ അധികം പരിചരണവും വേണ്ട. വീടിനുള്ളിൽ നേരിട്ടുള്ള വെയിൽ ഏൽക്കാതെ പ്രകാശമുള്ളതും എന്നാൽ നേരിട്ട് വെയിൽ വരാത്ത സ്ഥലങ്ങളിലും ഇത് നമുക്ക് വളർത്താൻ പറ്റും. ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.